സോ നമ്മൾ ഈ ക്ലാസ്സുകളിലെല്ലാം കൂടി നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ഓൾമോസ്റ്റ് ഓൾ ദി പ്രോബ്ലംസ് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് വരാൻ സാധ്യതയുള്ള ആ പ്രോബ്ലംസ് എല്ലാം കവർ ചെയ്തു. പ്രീവിയസ് ഇയർ പ്രോബ്ലംസിൽ CSIR ചോദിച്ച പ്രോബ്ലംസ് ആണ് നമ്മൾ കൂടുതൽ കവർ ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഡിജിറ്റൽ നമ്പർ സിസ്റ്റം നമ്മൾ ആദ്യം നോക്കി. അതിനുശേഷം ഡിജിറ്റൽ സർക്യൂട്ട്സ് എങ്ങനെയൊക്കെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഈസ് കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്, സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ്, പിന്നെ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്സ് എന്താണ്, അതിൻ്റെ കുറേ സർക്യൂട്ട്സുകൾ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നോക്കി. ദെൻ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ് എന്താണ്, അത് വെച്ചിട്ടുള്ള കുറേ പ്രോബ്ലംസ് നോക്കി. അങ്ങനെയാണ് നമ്മൾ ചെയ്തു വന്നത്. ഇതിപ്പോൾ നമ്മൾ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉള്ള സർക്യൂട്ടുകൾ, മെമ്മറി ഉള്ള സർക്യൂട്ട്സുകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഹൗ ടു റിയലൈസ് ഡിജിറ്റൽ ലോജിക് സർക്യൂട്ട്സ്, എങ്ങനെയാണ് ഡിജിറ്റൽ ലോജിക് സർക്യൂട്ട്സുകൾ റിയലൈസ് ചെയ്യുന്നത്. അതായത് പ്രാക്ടിക്കലി എങ്ങനെയാണ് നമ്മൾ ഇതുവരെ വരച്ച് വന്നത് ഒരു ബോക്സിനകത്താണ് വരച്ച് വന്നത്. ജസ്റ്റ് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബോക്സാണ്, അങ്ങനെയാണ് വരച്ച് വന്നത്. അല്ലെങ്കിൽ ഒരു ഗേറ്റ് എന്ന് പറയുന്ന ഒരു ബോക്സാണ്, അങ്ങനെയാണ് വരച്ച് വന്നത്. അപ്പം ഈ ഗേറ്റുകൾ എങ്ങനെയാണ് റിയലൈസ് ചെയ്യുന്നത്, ട്രാൻസിസ്റ്റർ, ഡയോഡ് പോലുള്ള ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള ഡിവൈസ് വെച്ചിട്ട് എങ്ങനെയാണ് റിയലൈസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അതിനകത്ത് ഡയോഡും ട്രാൻസിസ്റ്ററും വെച്ചിട്ട് എങ്ങനെ റിയലൈസ് ചെയ്യുമെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. സോ ഈ ക്ലാസ്സിൽ നമ്മൾ ഒരു ടെക്നോളജി കൂടി അതിൻ്റെ കൂടെ നോക്കാനുണ്ട്. കാരണം ഈ ടെക്നോളജി കൂടി അത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അത് കാരണമാണ് ഈ ടെക്നോളജി കൂടി നമ്മൾ നോക്കുന്നത്. സോ CMOS ടെക്നോളജിയാണത്. ഇറ്റ്സ് വെരി സിമിലർ ടു അവർ ട്രാൻസിസ്റ്റർ. ഇത് ഒരു ട്രാൻസിസ്റ്റർ പോലെ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് രണ്ട് ടൈപ്പ് മോസ് ഉപയോഗിക്കുന്നുള്ളൂ. CMOSൽ 2 types ഓഫ് മോസ് ഉണ്ട്. ലൈക്ക് നമ്മൾ ട്രാൻസിസ്റ്റർ പഠിക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിലാണ് പഠിക്കുകയുള്ളൂ. ട്രാൻസിസ്റ്റർ പഠിക്കുമ്പോൾ NPN ട്രാൻസിസ്റ്റർ, PNP ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞ പോലെ CMOSലുണ്ട് NMOS, PMOS എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ്. സോ ലൈക്ക് കളക്ടർ, എമിറ്റർ ആൻഡ് ബേസ് നമ്മളെ മോസ് ടെക്നോളജിയിൽ പറയുന്നത് ഡ്രെയിൻ, സോഴ്സ് ആൻഡ് ഗേറ്റ് എന്നാണ്. ലൈക്ക് FETയിൽ നമ്മൾ പറയാറുള്ളത് ഡ്രെയിൻ, സോഴ്സ്, ഗേറ്റ് എന്നാണ്. സോഴ്സ് വിൽ ആക്ട് ആസ് എൻ എമിറ്റർ ആൻഡ് ഗേറ്റ് വിൽ ആക്ട് ആസ് എ ബേസ്, ആൻഡ് ഡ്രെയിൻ എന്ന് പറയുന്നത് ഏകദേശം കളക്ടറിൻ്റെ അതേ പ്രവർത്തനമാണ് നടത്തുന്നത്. സോ can have NMOS and CMOS. In NMOS, N type MOS ആണ് മെറ്റൽ കണ്ടക്ടർ. സോ അതിൻ്റെ സർക്യൂട്ട് സിമ്പിൾ ലൈക്ക് ട്രാൻസിസ്റ്റർ പോലെ തന്നെയാണ്. അതിനകത്ത് ആരോ മാർക്കൊന്നും ഇല്ല എന്നേ ഉള്ളൂ. ഓക്കെ, so this is drain point, and this is source point, and this is gate point. ഇതിനകത്ത് ഇപ്പോൾ ഡ്രെയിനും സോഴ്സും തമ്മിൽ തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷേ ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ ആരോ മാർക്ക് വെച്ചിട്ടാണ് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നത്. ആരോ പോയിന്റ് ഉള്ള സ്ഥലം എമിറ്റർ ആയിരുന്നു. ദിസ് ഇസ് NMOS and this is PMOS. In PMOS, similar diagram. And except there is a bubble, and this bubble indicating the PMOS. Okay, NMOS is very equivalent to NPN transistor. NPN transistor വെച്ചിട്ടാണ് നമ്മൾ റിയലൈസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് PMOS ഈസ് വെരി സിമിലർ ടു PNP ട്രാൻസിസ്റ്റർ. ഓക്കെ, NPN ട്രാൻസിസ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ നോക്കി, അതിൻ്റെ സ്വിച്ചിങ് ആപ്ലിക്കേഷനൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. ഇപ്പോൾ NPN ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് റീജിയനിൽ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, +5 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ദീസ് കളക്ടർ ആൻഡ് എമിറ്റർ വിൽ ബി ഷോർട്ട്, ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അതായിരുന്നു ട്രാൻസിസ്റ്ററിൻ്റെ സ്വിച്ചിങ് ആപ്ലിക്കേഷൻ. ഇറ്റ്സ് വെരി സിമിലർ ഹിയർ ഇൻ NMOS ടെക്നോളജി. വെനെവർ ദ ഗേറ്റ് ഈസ് ഹാവിങ് എ പോസിറ്റീവ് പൊട്ടൻഷ്യൽ, ഗേറ്റിൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ drain and source will be act as a closed switch. That means a direct connection between drain and source. അപ്പം ഇൻപുട്ട് ഓഫ് ദ ഗേറ്റ് ഈ 0 വോൾട്ടേജ് ആണെങ്കിൽ, അതായത് നമ്മൾ 0 പൊട്ടൻഷ്യൽ ആണ് കൊടുക്കണമെങ്കിൽ, ദിസ് NMOS ഈസ് ഓഫ്. NMOS act as is no off state. ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ സ്വിച്ച് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക.
ഓപ്പൺ സ്വിച്ച്. ഓക്കെ ഫൈൻ. ഇൻപുട്ട് ഗേറ്റിൽ +5 വോൾട്ടേജ് ആണെങ്കിൽ whenever the input voltage having of the gate having a +5 voltage or logic 1, then NMOS is on. On എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസ്ഡ് സ്വിച്ച് ആയിരിക്കും. പിന്നെ ക്ലോസ്ഡ് സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രെയിനും സോഴ്സും തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവും. ഇതിൻ്റെ എക്സാക്ട് ഈ ഓപ്പോസിറ്റ് ഇതിനകത്താണ് PMOS ടെക്നോളജി വരുന്നത്. അപ്പോൾ ഈ PMOS ടെക്നോളജിയിൽ നമ്മൾ ഇൻപുട്ടിൽ ഇൻപുട്ട് ഓഫ് ദ ഗേറ്റിൻ്റെ ഇൻപുട്ടിൽ 0 വോൾട്ടേജ് ഉണ്ടെങ്കിൽ PMOS ഓൺ. That means act as a closed switch. നിങ്ങൾ ഈ പോയിന്റ് ഓർത്തിരിക്കണം, ഇൻപുട്ട് ഓഫ് ദ ഗേറ്റ്. കാരണം ഈ സർക്യൂട്ട് റിയലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണിത്. PMOS ഈസ് ഓഫ്. അപ്പോൾ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ് രണ്ടും. ഓപ്പൺ സ്വിച്ച്. ഇപ്പോൾ എക്സാക്ട്ലി NMOS NPN ട്രാൻസിസ്റ്റർ ഈക്വലൻ്റ് ആണ്, ആൻഡ് PMOS ഈസ് PNP ട്രാൻസിസ്റ്റർ ഈക്വലൻ്റ് ആണ്. ഓക്കെ, സോ ഞാൻ ആദ്യം തന്നെ ഒരു സർക്യൂട്ട് റിയലൈസ് ചെയ്യാൻ പോവാണ്. സർക്യൂട്ട് റിയലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും നിങ്ങൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഓക്കെ, സോ നിങ്ങൾ ഇത് മനസ്സിലാക്കി വയ്ക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു NMOS വെച്ചിട്ടൊരു സ്വിച്ച് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ NMOS സ്വിച്ച്. പിന്നെ NMOS സ്വിച്ചിൽ ദിസ് ഇസ് ഡ്രെയിൻ, ഡ്രെയിനിൽ റെസിസ്റ്റൻസ് കൊടുത്തിരിക്കുകയാണ്. അതിനകത്ത് +5 വോൾട്ടേജ് കൊടുത്തിരിക്കുകയാണ്. ആൻഡ് ദ സോഴ്സ് ഈസ് ഗ്രൗണ്ടഡ്. സോഴ്സ് ആൻഡ് ഗേറ്റ് പോയിന്റ്. ആൻഡ് ഗേറ്റ് പോയിന്റിൽ ഞാനിപ്പോൾ ഒരു 0 വോൾട്ടേജ് കൊടുത്തിരിക്കുകയാണ്. ദിസ് ഈസ് ഔട്ട്പുട്ട്. 0 വോൾട്ടേജ് ആണെങ്കിൽ ദിസ് ഔട്ട്പുട്ട് ഈസ് 1. കാരണം എന്താണ്, 0 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രെയിനും സോഴ്സും ദിസ് വിൽ ബി ഓപ്പൺ സ്വിച്ച്. സോ +5 വോൾട്ടേജ് എന്താണോ അത് തന്നെയായിരിക്കും വരുന്നത്. ലൈക്ക് നമ്മൾ NPN ട്രാൻസിസ്റ്റർ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് വരുന്നത്. വെൻ എവർ ദ ഗേറ്റ് ഈസ് 5 വോൾട്ടേജ് +5 വോൾട്ടേജ്, what will happen? Output will be 0, logic 0 or 0 voltage. This is +5 voltage. കാരണം എന്താ, +5 ആണെങ്കിൽ ഡ്രെയിനും സോഴ്സും കണക്റ്റഡ് ആണ്. സോ ഔട്ട്പുട്ട് വിൽ ബി ടേക്കൺ ആസ് ലൈക്ക് ദിസ്. ആൻഡ് എക്സാക്ട്ലി ഡിഫറെൻറ്റ് ഓപ്പോസിറ്റ് ആണ്. ഗേറ്റിൽ 0 വന്നു കഴിയുമ്പോഴാണ് PNP ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ PMOSൽ ക്ലോസ്ഡ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഈ പിക്ചർ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. വി ക്യാൻ ഗോ ടു ദി സർക്യൂട്ട്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള കാരണമാണ് ഞാനിത് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പറയുന്നത്. സോ +VCC, ഈ +VCC എന്ന് പറയുന്നത് +5 വോൾട്ടേജ് ആയിട്ട് നിങ്ങൾ എടുത്തോളണം. This is AB point, that is 2 inputs. This is also 2 input AB point, and the output is taken across this one, and this is grounded. Okay, this will be the circuit. This circuit. Okay. This implies which gate? That's the question. So that means A, B condition le enganeyana adinte truth table varunna aa gate aayirikkum. Okay, so we have
4 different conditions 0 0 0 1 1 0 and 1 1 കണ്ടീഷനിൽ എങ്ങനെയാണ് ഔട്ട്പുട്ട് കിട്ടുന്നത് ഏതൊക്കെ ഗേറ്റുകളാണ്. ലെറ്റ് 0 0 what will happen? What will happen to these two gate? ഈ രണ്ട് ഗേറ്റുകൾക്ക് എന്താണ് സംഭവിക്കുക? ഇത് PMOS ആണ്. PMOS and these two are NMOS. ഓക്കെ, PMOSൽ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ്. 0 വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ, രണ്ടിൽ 0 വന്നു കഴിഞ്ഞാൽ ദിസ് വിൽ ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ആൻഡ് ഇവിടെ NMOS ആണ്, ഇത് രണ്ട് 0 0 കൊടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ബി ആക്ട് ആസ് എ ഓപ്പൺ സ്വിച്ച്. അപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് പറ. എങ്ങനെയായിരിക്കും അത്? എന്ത് ഗേറ്റ് ആയിരിക്കും? സീറോ സീറോ വരുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി 1, ലോജിക് 1, ബിക്കോസ് 0 വരുമ്പോൾ ദിസ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. 0 വരുമ്പോൾ ദിസ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. whenever there is a closed switch, this plus VCC directly here, and here 0 വരുമ്പോൾ ഇവിടെ 0 വരുമ്പോൾ this will be act as open switch. So this plus 5 voltage is output voltage. That is 1. ഇനി 0 1 വന്നു കഴിയുമ്പോഴും 1 0 വന്നു കഴിയുമ്പോഴും 1 1 വന്നു കഴിയുമ്പോഴും ഇത് എപ്പോഴും ഏതെങ്കിലും ഒരെണ്ണം ഓപ്പൺ ആയിരിക്കും. ഈ സപ്ലൈ വോൾട്ടേജിൽ നിന്ന് ഏതെങ്കിലും സ്വിച്ച് ഓപ്പൺ ആണെങ്കിൽ വി ഔട്ട് 0 ആയിരിക്കും. So this will be simply which gate? ഓറിൻ്റെ ഓപ്പോസിറ്റ് ആണ് അല്ലേ? സോ നോർ ഗേറ്റ്. ഓക്കെ, ഐഡിയ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ലൈക്ക് ദാറ്റ് ദർ ഈസ് അനദർ സർക്യൂട്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളണം കേട്ടോ. There is another circuit Q2. It's very similar except പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സിമിലർ ആയിട്ടുള്ള സർക്യൂട്ട് ആണ്. NMOSൻ്റെയും PMOSൻ്റെയും പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്തു. What will happen? So this will be NMOS and plus 5 voltage AB, and this will be PMOS AB. Okay, this will be the circuit, and output is taken from here. So we have AB and Y, output Y. So 0 0 0 1 1 0 and 1 1. Happen to when 0 0 input, 0 1 input, 1 0 input and 1 1 input happen. Whenever there is a 0 0, these are A and B. These are, what will be this? These are NMOS, and these two are PMOS. So 0 0 both are open. Both are open means 0 0 1 anyone is open. So 0 1 0 means 1 is open. 1 1 is both are closed. So whenever there is both are closed, the plus 5 voltage will be here, and here both are 1 1. That means these two are open. So this will be that. This is simply indicating AND gate. So the realization of logical gate or logical gate using CMOS technology is almost similar as our transistor technology, except that PMOS and NMOS. Okay, അതിൻ്റെ എങ്ങനെയാണ് ആ കണ്ടീഷൻ ചേഞ്ച് ചെയ്യുന്നതെന്ന് മാത്രം നോക്കിയിട്ടാണ് അത് വരുന്നത്. ഓക്കെ, ഈ ഐഡിയ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഫൈൻ. സോ നമ്മൾ എങ്ങനെയാണ് ഒരു ലോജിക്കൽ ഗേറ്റ്
ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോജിക്കൽ ഗേറ്റ് റിയലൈസ് ചെയ്യുന്നതെന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി. ചിലപ്പോൾ ചോദ്യം ചോദിക്കുന്ന ഒരു സർക്യൂട്ട് തന്നിട്ട് അത് ഏത് ഗേറ്റ് ആണെന്ന് പറയാനായിരിക്കും. ചിലപ്പോൾ ഒരു ഗേറ്റ് പറഞ്ഞിട്ട് ഈ ഗേറ്റ് ഏത് സർക്യൂട്ടാണ് ഇതിൽ നിന്ന് റിയലൈസ് ചെയ്യുന്നതെന്നായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത്. രണ്ടാണെങ്കിൽ നിങ്ങൾ ഇപ്പം മനസ്സിലാക്കി കഴിഞ്ഞു, അതിൻ്റെ ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. സോ നമുക്കത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ കൗണ്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൗണ്ടർ സിങ്ക്രോണസ് കൗണ്ടർ പഠിച്ചു, അസിങ്ക്രോണസ് കൗണ്ടർ പഠിച്ചു. അപ്പോൾ സിങ്ക്രോണസ് കൗണ്ടറിൽ സീക്വൻസ് ഡിക്റ്റേറ്റർ പഠിച്ചു. ആ സീക്വൻസ് ഡിക്റ്റേറ്റർ എങ്ങനെയാണ് സർക്യൂട്ട് റിയലൈസ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കി. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഡയഗ്രാംസ് ഒക്കെ നോക്കി നമ്മൾ. അപ്പോൾ ഇതിനകത്ത് കൗണ്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞപ്പം 2 ടൈപ്പ് കൗണ്ടർ കൂടി ഞാൻ ഇതിനകത്ത് പറയാനായിട്ട് വിട്ടുപോയി. വൺ ഈസ് റിംഗ് കൗണ്ടർ ആൻഡ് അനദർ ഈസ് ജോൺസൺ കൗണ്ടർ. Ring and Johnson. What is ring counter? Ring counter is nothing but say shift registers. It's nothing but shift register. It's not actually it's not a counter. It's a shift register. Shift register എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റാസ് ഒക്കെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്, അതായത് ഇപ്പം ഒരു സീരീസ് ഓഫ് ഡാറ്റ വരുവാണ്, ഒരു റിംഗ് കൗണ്ടർ അല്ലെങ്കിൽ ഷിഫ്റ്റ് രജിസ്റ്റർ ഉണ്ടെങ്കിൽ ആ ഡാറ്റയൊക്കെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഓരോ രജിസ്റ്ററിൽ നിന്ന് അടുത്ത രജിസ്റ്ററിലേക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീരീസ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പിനെയാണ് നമ്മൾ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഈ സീരീസ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ രജിസ്റ്റർ എന്ന് പറയുന്നത്. രജിസ്റ്റർ ഈസ് സീരീസ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. സ്റ്റാക്ക്ഡ് ഇൻ സച്ച് എ വേ, അതിനെയാണ് നമ്മൾ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ രജിസ്റ്റർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിലൊക്കെ ഉള്ള മെമ്മറീസിനെയാണ് നമ്മൾ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്ഥലത്തിനെയാണ് നമ്മൾ രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ റിംഗ് കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നത്തിങ് ബട്ട് എ ഷിഫ്റ്റ് രജിസ്റ്റർ ആണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ സാധാരണ റിംഗ് കൗണ്ടർ ഉണ്ടാക്കുന്നത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണ്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ ടി ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മൾ കൗണ്ടേഴ്സ്, അസിങ്ക്രോണസ് കൗണ്ടർ സിങ്ക്രോണസ് കൗണ്ടറൊക്കെ ഡിസൈൻ ചെയ്യാൻ ടി ഫ്ലിപ്പ് ഫ്ലോപ്പാണ്, ടോഗിൾഡ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഉപയോഗിച്ചത്. പക്ഷേ റിംഗ് കൗണ്ടറിൽ നമ്മൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഡാറ്റ നമുക്ക് ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്താൽ മതി. എന്താണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇൻപുട്ട് ഡാറ്റ, അത് ഔട്ട്പുട്ടിലേക്ക് ക്ലോക്ക് കൊടുക്കുമ്പോൾ വരുന്നതാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇൻപുട്ട് ഡാറ്റ അത് തന്നെ ഔട്ട്പുട്ടിലേക്ക് വരും, ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിലേക്ക് വരും. സോ അതിനെയാണ് നമ്മൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിളൊക്കെ നമുക്കറിയാം. ഓക്കെ, സോ വി ക്യാൻ ഹാവ് 3 ഫ്ലിപ്പ് ഫ്ലോപ്പ്. This is flip flop A, and we can have flip flop B, and we can have flip flop C. 3 flip flops. So we can have D flip flop, this A flip flop, and the output. And എളുപ്പത്തിന് DA QA DB QB DC QC എന്ന് വേണമെങ്കിൽ കൊടുക്കാം. DA QA DB QB DC QC. Okay, and applied clock simultaneously. Clock is applied simultaneously to all the flip flops. Okay, and we can have 2 more pins in a flip flop, that is preset and clear pin. Preset and clear pin. These both are active low signal. Bubble ഇട്ടേക്കുന്നൊക്കെ active low signals ആണ്. And here there is DA. Okay, this will be our ring counter. അപ്പോൾ ഈ റിംഗ് കൗണ്ടറിൽ എന്താണ് സംഭവിക്കുക? ഇവിടെ ഡി എയിലൊരു ഡാറ്റ ഉണ്ടെന്ന് വിചാരിക്കുക, ക്ലോക്ക് കൊടുക്കുമ്പോൾ ആ ഡാറ്റ ക്യു എയിൽ വരും. ഓക്കെ, അപ്പോൾ ഈ ക്യു എയിലെ ഡാറ്റ ആയിരിക്കും ഡി ബിയുടെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. സോ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഇപ്പോൾ ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ ആ ഡാറ്റ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോയിട്ട് ഇങ്ങനെ ഈ ക്യു സിയിൽ നിന്ന് നേരെ പിന്നെ
ഫീഡ്ബാക്ക് കൊടുത്തിട്ട് ഡി എയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ഡേറ്റയാണോ അത് ഇതിൽ കിടന്ന് റിങ് ചെയ്തുകൊണ്ടിരിക്കും, ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വലി എന്ത് ഡേറ്റയാണോ അത് റിങ് ചെയ്തുകൊണ്ടിരിക്കും ആ ഇത് ക്ലോക്ക് കൊടുക്കുന്നതിൻ്റെ അനുസരിച്ച്. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 2 പിന്നോടെ ഉണ്ട് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത്. പ്രീസെറ്റ് പിന്ന്. അപ്പോൾ പ്രീസെറ്റ് പിൻ എന്ന് പറയുന്നത് ദിസ് ഈസ് പ്രീസെറ്റ് പിൻ. പ്രീസെറ്റ് പിന്നെ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ whenever this is active low signal, this is active low ആണ്. whenever this preset pin is active ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ irrespective of input and clock output will be 1. output of the particular flip flop will be 1. അപ്പം irrespective of DA clock ഔട്ട്പുട്ട് 1 ആക്കാനുള്ള പിന്നാണ് പ്രീസെറ്റ് പിന്ന്. അപ്പോൾ ഈ പ്രീസെറ്റ് പിന്നിന് നമ്മൾ ഒരു 0 കൊടുത്തു എന്ന് വിചാരിക്കുക. എന്ത് ഇൻപുട്ടും എന്ത് ക്ലോക്ക് ആണെങ്കിലും ഇതിൻ്റെ ഔട്ട്പുട്ട് QA എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻപുട്ട് ആൻഡ് ക്ലോക്ക്. ഓക്കെ, അതുപോലെ തന്നെയാണ് ക്ലിയർ പിന്ന്. ഇറ്റ്സ് വെരി സിമിലർ. ക്ലിയർ എന്ന് അതിനകത്ത് ആ വാക്കിനകത്ത് തന്നെയുണ്ട്. ഇറ്റ്സ് ക്ലിയർ. Whenever there is active, the clear is active. This is active low signal. Both are active low signal. Irrespective of input, output will be 0. And clock will be 0. So that will be the condition. Okay. So എന്താണ് സംഭവിക്കുക? ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇല്ല. അപ്പോൾ ഇത് ഒരു 0 ആണ്. ക്ലിയർ പിന്നെ 0 ആണെങ്കിൽ QAയുടെ ഔട്ട്പുട്ട് എപ്പോഴും 0 ആയിരിക്കും. ക്ലിയർ പിന്നെ 0 ആണെങ്കിൽ, അപ്പോൾ ഇതെല്ലാം ക്ലിയർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻപുട്ട് എപ്പോഴും ഇതിൻ്റെ ഔട്ട്പുട്ട്, ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് 0 ആണ് തരുള്ളൂ. സോ ദാറ്റ് വിൽ ബി ദ കണ്ടീഷൻ. ഓക്കെ, സോ ഇത് ഇപ്പം ഇനീഷ്യലി എൻ്റെ DA ഈ പിന്നെ ഞാൻ 1 ആക്കി വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ പിന്നെ 1 ആക്കി വെച്ചിരിക്കുകയാണ്. DA പിന്നെ 1 ആണ്. QA പിൻ DB പിൻ 0 ആണ്. DCക്കുള്ള ഇൻപുട്ട് 0 ആണെന്ന് വിചാരിക്കുക. സോ ഫസ്റ്റ് ക്ലോക്ക് കൊടുക്കുമ്പോൾ എന്താണ്? DA ഇവിടെ വരും, QAയിൽ വരും, ഈ 0 ഇവിടെ വരും, ഈ 0 ഇവിടെ വരും. സോ ഇനീഷ്യലി എൻ്റെ ഔട്ട്പുട്ട് കൺസിഡർ 1 0 0 ആണെന്ന് വിചാരിക്കുക. ദെൻ ക്ലോക്ക് കൊടുത്തു കഴിയുമ്പോൾ എൻ്റെ ഔട്ട്പുട്ട് 0 1 0 ആവും. ഓക്കെ, ലൈക്ക് ദാറ്റ്. കൺസിഡർ QA, QB, QC. ഇനീഷ്യലി 1 0 0 ആണെന്ന് വിചാരിക്കുക. സോ ദിസ് ഈസ് ക്ലോക്ക് 0 ടൈമിൽ. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? ക്ലോക്ക് 1 കൊടുത്തു കഴിയുമ്പം ദിസ് 0 വിൽ ബി ഹിയർ, ദിസ് 1 വിൽ ബി ഹിയർ, ആൻഡ് ദിസ് 0 വിൽ ബി ഹിയർ. ക്ലോക്ക് 2 കൊടുത്തു കഴിയുമ്പം ദിസ് 0 വിൽ ബി ഹിയർ, ആൻഡ് ദിസ് 0 വിൽ ബി ഹിയർ, ദിസ് 1 വിൽ ബി ഹിയർ. ആൻഡ് ക്ലോക്ക് 3 ആകുമ്പോൾ അഗെയിൻ ദിസ് 1 വിൽ ബി ഹിയർ. So the 1 is ringing. 1 is ringing. Again it will be start like this. So 1 ഇങ്ങനെ റിങ് ചെയ്തുകൊണ്ടിരിക്കും. That is known as ring counter. So that's why it is known as ring counter. അപ്പോൾ അത് ഇങ്ങനെ റിങ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്ന റിംഗ് കൗണ്ടറിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് ഇതായിരിക്കും. സോ ഈ സർക്യൂട്ട് വെച്ച് തന്നെ ഞാൻ പ്രോബ്ലംസ് പറയാം. Consider its output is, initial output is 1 0 0. Then what will be its output after 4th clock pulse? സോ ഇനീഷ്യൽ ഔട്ട്പുട്ട് 1 0 0 ആണ്. ആഫ്റ്റർ 4th ക്ലോക്ക് പൾസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട്? ദിസ് ഇസ് ഈസി മെത്തേഡ്. ഇനീഷ്യലി 1 0 0 ആണ്. സോ ഫസ്റ്റ് ക്ലോക്ക് പൾസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ശേഷം എന്താണ്? ഇറ്റ്സ് 0 1 0. സെക്കൻഡ് ക്ലോക്ക് പൾസ് കഴിയുമ്പോൾ എന്താണ്? ഇറ്റ്സ് 0 0 1 0 0 1. And in third clock pulse it is again
1 0 0, and fourth clock pulse 0 1 0. So after fourth clock pulse, the output will be 0 1 0. Okay, it's just ringing. Okay, ഈ ഐഡിയ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇതെന്താണ് പറയുന്നതെന്ന്. ഓക്കെ, ഫൈൻ. So one more problem related to that. Consider its initial output. The output is 1 0 1. Okay, then what will be the output after fourth clock pulse? Then output after fourth pulse. Okay, so once in the ID clear ആയി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇനീഷ്യൽ ഔട്ട്പുട്ട് 1 0 1 ആണ്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് this one will be here, first this one will be here, and this one will be goes here, and this 0 goes here. And in second clock pulse, what will happen? This 0 will be again here, this one will be go here, this one will be go here, like that. And in third clock pulse, what will happen? Again 1 0 1. And in fourth clock pulse, what will happen? So again 1 1 0. It will be like that. Okay, സോ ഇതുപോലത്തെ എത്ര ടൈപ്പ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ എൻ്റെ ആൻസർ കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ വൺ മോർ പ്രോബ്ലം നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് ചെയ്തോളൂ. അത് നിങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കൂ. Q3. Its initial output is 0 0 0. Initial output 0 0 0 ആണ്. That is cleared ആണ്. All the flip flop cleared ആണ്. And the flip flop B is preset pin. Flip flop B preset pin is active only for 2 clock pulse. Initial 2 clock pulse flip flop B യുടെ preset pin active ആണ്. Okay, then what will be its output? Its output after third clock pulse. ഓക്കെ, ഇതിനകത്ത് ഒരു പ്രീസെറ്റ് പിന്നോട് പറയുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യലി 0 0 എല്ലാം ക്ലിയർഡ് ആണ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് ബി പ്രീസെറ്റ് പിൻ ഈസ് ആക്റ്റീവ് ഓൺലി ഫോർ 2 ക്ലോക്ക് പൾസ്. 2 ക്ലോക്ക് പൾസിൽ അതിൻ്റെ പിൻ ആക്റ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ഇറ്റ്സ് ഔട്ട്പുട്ട് ആഫ്റ്റർ തേർഡ് ക്ലോക്ക് പൾസ്. മൂന്നാമത്തെ ക്ലോക്ക് പൾസിന് ശേഷം അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങളിത് ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ എനിക്ക് അയച്ചു തരിക. പലരും എനിക്ക് ആൻസറുകൾ അയച്ചു തരാറുണ്ട്, അതിനകത്ത് കറക്ഷൻ ഉണ്ടെങ്കിൽ പറയാറുണ്ട്. അപ്പം ഞാൻ ആൻസറുകൾ അയച്ചു തരാത്തവർക്ക് ആൻസർ കിട്ടി എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിചാരം. നിങ്ങൾ അത് ചെയ്യാതിരിക്കരുത് കേട്ടോ. അപ്പം നമ്മൾ റിംഗ് കൗണ്ടറിനെ കുറിച്ചാണ് നമ്മൾ നോക്കിയത്. ദെൻ വി ക്യാൻ ഗോ ഫോർ ജോൺസൺ കൗണ്ടർ. Johnson counter is very similar to ring counter. It's very similar to ring counter except one change. ഒരു ചേഞ്ച് ഉണ്ട്, നോക്കാം എന്താണ് ആ ചേഞ്ച് എന്ന്. കൺസിഡർ വി ഹാവ് എ 4 flip flop counter.
both are D flip-flop. So data flip-flop D1, Q1, D2, Q2, D3, Q3, and D4, Q4. So these are the out. Okay. So clock is simultaneously applied. To all the flip-flops. So it's a synchronous counter. And DA, what will be the D1 is Q2, Q2 is D3, and D3 is Q3 is D4, and this will be from Q4 bar. This is the only difference. Ring counterൽ Q4 ൽ നിന്നായിരുന്നു D1 ലേക്ക് കൊടുത്തത്. Here Q4 ബാറിൽ നിന്നാണ് D1 ലേക്ക് കൊടുക്കുന്നത്. Okay. And these are the output Q1, Q2, Q3, and Q4 is output. Okay. ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇപ്പം ഇതിന് ഇനീഷ്യലി 000 ആണ് റീസെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഓരോ കൗണ്ടിന് ശേഷം എന്താണ് ഔട്ട്പുട്ട് എന്നാണ് നോക്കുന്നത്. ഓക്കെ, ഓരോ ക്ലോക്ക് പൾസിന് ശേഷം എന്താണ്. അപ്പോൾ ഇനീഷ്യലി ഇത് ക്ലിയർഡ് ആണ്. So clock pulse Q1, Q2, Q3, Q4. Initially 0 clock pulse എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഒന്നിനകത്തും മണ്ണില്ല. Then after the first clock pulse what will happen? After the first clock pulse Q4, ഇവിടെ Q4 bar ആണ് എടുത്തിരിക്കുന്നത്. So that is 1. This 1 will be here. So after the first clock pulse കൊടുക്കുമ്പോൾ ഈ 1 ഔട്ട്പുട്ടിലേക്ക് വരും. So this will be 1 and this 0 will be here and this 0 will be here and this 0 will be here. It will be like that. Okay. Then what will happen? This Q4 ന്റെ bar ആണ് അടുത്ത് Q1 ലേക്ക് കൊടുക്കുന്നത്. So this Q4 bar is given to D1 ലേക്ക് കൊടുക്കുന്നത്. So in second clock pulse Q4 bar is again 1 and this 1 will be goes here and this 0 will be here and this 0 will be here. And in third clock pulse what will happen? In third clock pulse again Q4 bar will be here 1 and this 1 will be here, this one is shifting this here. And again fourth clock pulse Q4 bar again 1. So this is 1 1 1 1 because it's shifting through the like this. And in fifth clock pulse what will happen? Q4 bar is 0. So again 0 and 1 and 1 1. Again Q4 bar is given in the sixth clock pulse. So this is 0 and 0 and this 1 and this 1. Again this will be 1. So this will be 0 0 0 and this will be 1. And in 8th clock pulse what will this is again 0. So 0 0 0 0. It will be like that. So the output will be like that. That means consider the Q1 is LSB. Q1 LSB ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് MSB ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ what will happen? The count will become this is MSB. അപ്പോൾ അത് തിരിഞ്ഞു വരുമ്പോൾ എന്താണ്? ഇനീഷ്യലി 0 ആയിരുന്നു, then 1 then 3 then 7 then 15 then 14. It will be like that. 14 12 8 0. It will be like that. Okay.
തിരിഞ്ഞു വരും. കാരണം ഇതാണ് MSB, ഇത് LSB ആണെങ്കിൽ. ഇഫ് തിരിച്ചാണെങ്കിൽ, if we take this as MSB and this as LSB, അങ്ങനെയാണെങ്കിൽ the count will become, അപ്പം നിങ്ങൾ ഏതാണ് LSB ആയിട്ട് ഏതാണ് MSB ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കുക. become initially 0, 8, 12, 14, 15, then 7, 3, 1, 0, it will goes like that. Okay. So the Johnson counter എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നത്തിങ് ബട്ട് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ബാറിൽ നിന്നാണ്, കോംപ്ലിമെന്റിൽ നിന്നാണ് എടുത്തു കൊടുക്കുന്നത് ഇൻപുട്ടായിട്ട് റിംഗ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് എ റിംഗ് കൗണ്ടർ, ഇറ്റ്സ് അനദർ ടൈപ്പ് ഓഫ് കൗണ്ടർ. സോ അതിന്റെ കൗണ്ടറുകളൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാനൊരു പ്രോബ്ലംസ് കഴിഞ്ഞ ദിവസം തന്നിരുന്നു. നിങ്ങൾ അതെല്ലാം ചെയ്തു എന്ന് വിചാരിക്കുകയാണ്. ഒരു 3-bit അപ്പ് കൗണ്ടറിന്റെ ഔട്ട്പുട്ടിന്റെ LSB എടുത്തിട്ട് എൻ്റെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് ആയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് MSB ആയിട്ട് എടുക്കുന്ന ഒരു പ്രോബ്ലം തന്നിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുകയാണ്. ചെയ്യാൻ പറ്റാത്തവർ എനിക്ക് പേഴ്സണലായിട്ടോ ഇതായിട്ടോ കമൻറ്റ് ബോക്സിൽ ഇട്ടാലും മതി. ഓക്കെ. സോ റിംഗ് ആൻഡ് ജോൺസൺ കൗണ്ടർ ക്ലിയർ ആയിന്ന് വിചാരിക്കുകയാണ്. Then we can have another type counter. It's the same, very similar like a ripple counter or a clock pulse counter. Mode 12, 10, 8 counter അങ്ങനെയൊക്കെ പറയാറുണ്ട്. Okay. So we can have mode counters. Mode counters എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മോഡുലസ് ആണ് പറയുന്നത്. Mode dash counter. ഈ മോഡ് ഡാഷ് കൗണ്ടർ എന്ന് പറയുന്നത് ഡാഷിന്റെ സ്ഥാനത്ത് 10 ആവാം, 12 ആവാം, എന്ത് വേണമെങ്കിലും ആവാം. കൺസിഡർ ഇറ്റ്സ് എ മോഡ് 10 കൗണ്ടർ. ഈ മോഡ് 10 കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 വരെ കൗണ്ട് ചെയ്യാനുള്ളതാണ്. 10 വരെ കൗണ്ട് 10 സ്റ്റേറ്റുകൾ കൗണ്ട് ചെയ്യാനുള്ളതാണ്. അപ് ടു 9 വരെയാണ് കൗണ്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇറ്റ്സ് എ സിങ്ക്രണസ് അപ്പ് കൗണ്ടർ പ്രൊവൈഡഡ് നമുക്ക് 9 എന്ന് പറഞ്ഞ് വരെ കൗണ്ട് ചെയ്താൽ മതി. 10ാമത്തെ കൗണ്ട് ചെയ്യുമ്പോൾ റീസെറ്റ് ആയി പോകണം. അഗെയിൻ ഇറ്റ് സ്റ്റാർട്ട് വിൽ ബി 0. സോ ഈ മോഡ് 10 കൗണ്ടറിന്റെ കൗണ്ട് എന്ന് പറയുന്നത് 0, 1, 2, 3, 4, 5, 6, 7, 8, 9. Then 10 വന്നു കഴിയുമ്പോൾ 0 ആവണം. അഗെയിൻ സ്റ്റാർട്ട് ഫ്രം 1, 2 ലൈക്ക് ദാറ്റ്. ദിസ് ഈസ് മോഡ് 10 കൗണ്ടർ. അപ്പോൾ മോഡ് 12 കൗണ്ടർ ആണെങ്കിൽ 11 വരെ കൗണ്ട് ചെയ്യണം. 12 കൗണ്ട് ചെയ്യുമ്പോൾ റീസെറ്റ് ആയി പോകണം. അതാണ് ഈ മോഡ് കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ജസ്റ്റ് ഒരു 4-bit കൗണ്ടർ അപ്പ് കൗണ്ടർ ഉണ്ടാക്കുക. സോ ഒരു അസിൻക്രോണസ് കൗണ്ടർ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. Okay, this is a T flip-flop. That is Q, T. B flip-flop, C, D. Sorry, this is sorry. Consider I construct asynchronous counter, so the clock will be like that.
first clock, and TA all are in a toggled condition. Plus 5 voltage or logic 1 is given. So this will be that, and we can have the clear pin and preset pin here. Clear, 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 clear. Okay, consider this is the output QA, this is the output QB, this is the output QC, and this is the output QD. So this is an asynchronous counter, and asynchronous counter count will become as Q3, Q2, Q1, Q0, and in a clock pin initially it will be 0, 0, 0. When the first clock pulse is applied, this will be 1. This will be in toggled condition, and first flip flop QA ഇതിനകത്ത് QA, QB, QC എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ആ പേര് തന്നെ കൊടുക്കാം, otherwise you will get confused. This is QA, QB, QC, and QD. Okay, so this is 0, 0, 0, 1, and in second clock pulse 0, 0, 1, 0. It will be like that. Third clock pulse 0, 0, 1, 1. It will be count like that. നമ്മളത് കണ്ടതാണ് എങ്ങനെയാണ് ഒരു അസിൻക്രണസ് കൗണ്ടറിൽ കൗണ്ട് വരുന്നത്. 0, 1, 0, 1, again 0, 1, 1, 0, once again 0, 1, 1, 1, and in 8 it's 1, 0, 0, 0, and 9 1, 0, 0, 1, and in 10 what will get is 1, 1, 0, 1. 10ൽ എന്താ കിട്ടാൻ പോകുന്നത്? 10 കിട്ടാൻ പോകുന്നത് 1, 0, 1, 0 ആണ്. പക്ഷെ അത് കിട്ടരുത്. ആ ക്ലോക്ക് വരുമ്പോൾ ഇസ് again start from 0, 0, 0, 0. കാരണം up to 9 വരെയാണ് മോഡ് 10 കൗണ്ടറിൽ കൗണ്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. മോഡ് 10 കൗണ്ടറിൽ. ഓക്കെ, ഫൈൻ. അപ്പം 10 എന്ന് പറഞ്ഞ കൗണ്ട് വരുമ്പോൾ ഇത് റീസെറ്റ് ആയി പോകണം, അല്ലെങ്കിൽ ക്ലിയർ ആയി പോകണം. അപ്പം റീസെറ്റ് ആയി പോവുക അല്ലെങ്കിൽ ക്ലിയർ ആയി പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് കണ്ടീഷനിലാണ്? ആ കണ്ടീഷൻ എന്ന് പറയുന്നത് whenever the QD and QB will be 1 ആയി കഴിയുമ്പോൾ, QD and QB will be 1 ആയി കഴിയുമ്പം ഔട്ട്പുട്ട് ക്ലിയർ ആയി പോകണം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ QD പിന്നിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് എടുക്കുക, QB പിന്നിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് എടുക്കുക, ഈ രണ്ട് പിന്നിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുക, അതൊരു NAND ഗേറ്റിലേക്ക് കൊടുക്കുക, ഔട്ട്പുട്ട് എടുക്കുക. അപ്പം NAND ഗേറ്റിൻ്റെ രണ്ട് ഇൻപുട്ടും 1 ആയി കഴിയുമ്പോൾ ഔട്ട്പുട്ട് വിൽ ബി 0. അപ്പോൾ 0 ആണ് ആക്റ്റീവ് ലോ എന്ന് പറയുന്നത്, ക്ലിയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് വിൽ ബി given as clear pin to all flip flop. Whenever QB and QD is 1, കൗണ്ട് ചെയ്ത് 1, 1 വന്നു കഴിയുമ്പോൾ ക്ലിയർ പിന്നെ ആക്റ്റീവ് ആവും. അത് അതർവൈസ് എല്ലായ്പ്പോഴും 1 ആയിരിക്കും. ബിക്കോസ് ദ ക്ലിയർ പിൻ ഈസ് ആക്റ്റീവ് ലോ ആണ് ക്ലിയർ. അപ്പോൾ ആക്റ്റീവ് ഹൈ ആയിരുന്നെങ്കിൽ, ഇത് ആക്റ്റീവ് ഹൈ ആയിരുന്നെങ്കിൽ അതൊരു AND ഗേറ്റ് ആക്കിയാൽ മതിയായിരുന്നു. സോ എന്താണ് ഇതിനകത്ത് ചെയ്യുക എന്ന് പറയുന്നത്, when this QD pin is given to the NAND gate, and NAND gate output is given to the clear pin to all flip flop. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലിയർ പിന്നിലേക്ക് കൊടുക്കുക. അപ്പോൾ whenever 10 എന്ന് പറഞ്ഞ കൗണ്ടിലേക്ക് വരുന്നു, 9ൽ നിന്ന് 10ലേക്ക് വരുന്നു, 1, 1 ആവുന്നു, അപ്പോഴത്തേക്കും എല്ലാ പിന്നും ക്ലിയർ ആക്കി കഴിയും. സോ 9 വരെയാണ് കൗണ്ട് ചെയ്യുള്ളൂ. ക്ലിയർ ആയല്ലോ ഐഡിയ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്? ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക? ഈ QD പിന്നിൽ നിന്നും QB പിന്നിൽ നിന്നും ഒരു ഔട്ട്പുട്ട് എടുക്കുക. കൺസിഡർ ദിസ് ഈസ് QD, QC, QB, QA. ഇതിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് എടുക്കുക. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് എടുക്കുക. ഇത് രണ്ടും ഒരു NAND ഗേറ്റിലേക്ക് കൊടുക്കുക. Given to the clear pin to all flip flop.
for mode 10 counter. Okay. So in mode 12 counter ആണെങ്കിലോ, consider how to realize a mode 12 counter. Realize a mode 12 counter. മോഡ് 12 കൗണ്ടർ ആവുമ്പം എന്താ ചെയ്യുക? മോഡ് 12 കൗണ്ടർ ആവുമ്പം നമുക്ക് ആ കൗണ്ടുകൾ ഒന്നോടെ എഴുതാം. ക്യു ഡി, ക്യു ബി, ക്യു സി, ക്യു സി, ക്യു ബി, ക്യു എ. 0 0 0 0 0 1 like that. It will goes like that. And this is about mode 10 കൗണ്ടർ. അപ്പം മോഡ് 12 ആണെങ്കിൽ ലൈക്ക് ദാറ്റ് 11 ആവുമ്പോൾ എന്ത് കിട്ടും? 11 ആവുമ്പോൾ 1 0 1 1 കിട്ടും. ആൻഡ് ഇൻ 12 വി ഗാറ്റ് 1 1 0 0. അപ്പോൾ ഇതുവരെയാണ് നമുക്ക് കൗണ്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ആവുമ്പം ക്യു ഡി പിന്നും ക്യു സി പിന്നും whenever that QD and QC is given to a NAND gate and it's given as the clear pin to all flip-flop. QD QC യുടെ ഒരു NAND ഗേറ്റിലേക്ക് കൊടുക്കുക, അതിൻ്റെ ഔട്ട്പുട്ട് ക്ലിയർ പിന്നിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ whenever there is 12 എന്ന് പറഞ്ഞ കൗണ്ട് വരാൻ പോകുന്നു, 0 0 to 12 എന്ന് പറഞ്ഞ കൗണ്ട് വരാൻ പറ്റും, അപ്പോഴത്തേക്കും ക്ലിയർ ആവും. അതിനെയാണ് നമ്മൾ മോഡ് 12 കൗണ്ടർ എന്ന് പറയുന്നത്. അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇപ്പോൾ മോഡ് 9 കൗണ്ടർ ആണ് ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിക്കും. മോഡ് 9 കൗണ്ടർ ആണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ എന്താ ചെയ്യുക? 8 വരെ കൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ എന്താ ചെയ്യുക? 8ാമത്തെ കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യു ഡി പിന്ന് അല്ല അത് തന്നെ ക്യു ഡി പിന്ന് 1 ആവുന്ന കണ്ടീഷനാണ്. അപ്പോൾ ആ 1ൽ നിന്ന്, അപ്പോൾ ഈ ക്യു ഡി പിന്നിൽ നിന്ന് ഒരു നോട്ട് ഗേറ്റ് എടുത്തിട്ട് ക്ലിയർ പിന്നിലേക്ക് എല്ലാത്തിൻ്റെയും കൊടുത്താൽ മതി. ക്ലിയർ ആയ ഐഡിയ? അപ്പോൾ എന്താണ്? whenever the QD is 1, അപ്പോൾ അത് 0 ആയി പോവും. 0 ആയി കഴിഞ്ഞാൽ എല്ലാം ആക്റ്റീവ് ആയി പോവും. അതർവൈസ് ഓൾ ദ കണ്ടീഷൻ വിൽ ബി 1 ലൈക്ക് ദാറ്റ്. ക്ലിയർ പിൻ 1 ആണ്. ക്ലിയർ പിൻ 1 ആണെന്ന് പറഞ്ഞാൽ ആക്റ്റീവ് അല്ല, ക്ലിയർ പിൻ ആക്റ്റീവ് അല്ല. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. നമുക്ക് ഈ ക്ലിയർ പിൻ എന്ന് പറയുന്നത് ആക്റ്റീവ് ലോ ആണ്. ആക്റ്റീവ് ലോ എന്ന് പറയുന്നത് whenever ഈ ക്ലിയർ പിന്നിൽ 0 വരുന്നു, അപ്പോൾ ക്ലിയർ എന്ന് പറഞ്ഞ പിന്നെ ആക്റ്റീവ് ആവും. ക്ലിയർ എന്ന് പറഞ്ഞ പിന്നെ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻപുട്ട് ഓഫ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓർ ക്ലോക്ക്, ദ ഔട്ട്പുട്ട് വിൽ ബി 0. എന്ത് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഔട്ട്പുട്ട് 0 ആയി വരുള്ളൂ ക്ലിയർ പിന്ന്. അപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻപുട്ട് പൊസിഷൻ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ക്ലിയർ ആക്കാനുള്ള ഒരു പിന്നാണ് ക്ലിയർ പിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് പ്രീസെറ്റ് പിൻ എന്ന് പറയുന്നത്. പ്രീസെറ്റ് പിൻ എന്ന് പറഞ്ഞാൽ ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓഫ് ദ പർട്ടിക്കുലർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഹൈ ആക്കാനുള്ളതാണ്, പ്രീസെറ്റ് ആക്കാനായിട്ടുള്ള പരിപാടിയാണ് പ്രീസെറ്റ് പിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് കണ്ടീഷൻ എന്ന് പറയുന്നത് എപ്പോഴാണോ ഇത് ക്ലിയർ ആക്കേണ്ടത് അത് വെച്ചിട്ടാണ് നമ്മൾ മോഡ് കൗണ്ടർ പറയേണ്ടത്. മോഡ് കൗണ്ടർ എത്ര കൗണ്ട് വരെ കൗണ്ട് ചെയ്യണം, അപ്പം അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പം ആണ് നമുക്ക് ഈ മോഡ് 10 കൗണ്ടറിൽ എന്താണ് വേണ്ടത്? 9 വരെ കൗണ്ട് ചെയ്യുമ്പോൾ 10 കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം ക്ലിയർ ആയി പോകണം. പിന്നെ എഗെയിൻ ക്ലിയർ ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? പിന്നെ അടുത്ത ക്ലോക്ക് കൊടുക്കുമ്പോൾ എന്താണ് 1 തൊട്ട് റീകൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എപ്പോൾ 0 0 0 വരുന്നു, പിന്നെ ക്ലോക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഇനിയിപ്പം 10th ക്ലോക്ക് കൊടുത്തു കഴിയുമ്പോൾ ഈ കണ്ടീഷനിൽ 0 0 ആവും. ഇനി 11th ക്ലോക്ക് കൊടുക്കുമ്പോൾ 0 0 0 1 തൊട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. അതെങ്ങനെയാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന 10 എന്ന് പറയുന്ന കൗണ്ട് എന്ന് പറയുന്നത് QD 1 ആണ്, QB 1 ആണ്. അപ്പോൾ QDയും QBയും 1 ആവുന്ന കണ്ടീഷനിൽ മാത്രം ക്ലിയർ ആവണം. അപ്പോൾ ആ QDയും QBയും 1 ആവുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് എങ്ങനെ ആക്കാൻ പറ്റും? ഒരു NAND ഗേറ്റിൽ കൊടുത്തു കഴിയുമ്പോൾ രണ്ടും 1 ആയി കഴിയുമ്പോൾ ഔട്ട്പുട്ട് 0 ആവും. കാരണം ഔട്ട്പുട്ട് 0 എന്ന് പറയുന്നത് ക്ലിയർ എന്ന് പറയുന്ന പിന്നിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്, അത് ആക്റ്റീവ് ലോ ആയ കാരണം. അല്ലാത്ത എല്ലാ കണ്ടീഷനിലും എന്താണ്? 9 വരെയുള്ള കണ്ടീഷനിൽ ഈ പിന്നിൽ ഏതെങ്കിലും ഒരു പിന്ന് 0 ആണ്. അപ്പോൾ ക്ലിയർ പിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് 1 ആണെങ്കിൽ ക്ലിയർ പിന്നെ ആക്റ്റീവ് അല്ല. ക്ലിയർ പിൻ ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇൻപുട്ട്, അതിൻ്റെ അനുസരിച്ചാണ് ഔട്ട്പുട്ട് തരുള്ളൂ. ഇൻപുട്ടിനനുസരിച്ചാണ് ഔട്ട്പുട്ട് തരുള്ളൂ. whenever ക്ലിയർ പിൻ ആക്റ്റീവ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ
ഔട്ട്പുട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻപുട്ട് ക്ലിയർ ആയി പോകും. ഐഡിയ ക്ലിയർ ആയോ? അതെ അതെ അതെ, അതിനാണ് ആക്റ്റീവ് ലോ എന്ന് പറയുന്നത്. ആക്റ്റീവ് ലോ എന്ന് പറയുന്നത് എപ്പോഴാണ് ആക്റ്റീവ് ആവുന്നത്, ആക്റ്റീവ് ഹൈ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 1 കൊടുക്കുമ്പോഴാണ് ആ പിൻ ആക്റ്റീവ് ആവുന്നത്. ഇതിനകത്തൊക്കെ ഞാൻ ബബിൾ കൊടുത്തിട്ടുണ്ട്, ക്ലിയർ പിന്നിനകത്തൊക്കെ ബബിൾ കൊടുത്തിട്ടുണ്ട്. ബബിൾ എന്ന് പറയുന്നത് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആക്റ്റീവ് ലോ എന്നാണ്. അപ്പോൾ ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ലിയർ പിൻ ആക്റ്റീവ് ആവും. ഇവിടെ 0 കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മോഡ് 9 കൗണ്ടർ ആണെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ മോഡ് 8 കൗണ്ടർ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? മോഡ് 8 കൗണ്ടർ ആണെങ്കിൽ ഇവിടെ QD പിന്നെ 1 ആവുന്നു, അപ്പോൾ ഔട്ട്പുട്ട് ലോ ആണ്. അപ്പോൾ QD പിന്നിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് എടുക്കുക, അതൊരു നോട്ട് ഗേറ്റിലേക്ക് കൊടുക്കുക, അതെല്ലാം ഇതിൻ്റെ ക്ലിയറില്ല. അപ്പോൾ 7 വരെയാണ് കൗണ്ട് ചെയ്യുള്ളൂ. ഓക്കെ, അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഡിസൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ആദ്യം തന്നെ ഈ കൗണ്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ QD QC QB QAയുടെ കൗണ്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ഓക്കെ ഇതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ CSIR ചോദിച്ച ഒരു പ്രോബ്ലം ഉണ്ട്. സോ fine. Question: if the counter is initialized as A0, A1, A2 and A3 equal to 0, 1, 1, 0, then what will be the output after next clock pulse? ഇനീഷ്യലി അത് 0, 1, 1, 0 ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലോക്ക് പൾസിൽ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. So we can have 4 flip-flops. Okay, it's almost like a ring counter. A0, A1, A2, A3 എന്നിട്ടിരിക്കുകയാണ്. It's like that. Okay, and the clock is supplied simultaneously to all flip-flop. Okay, and here so ഇവിടെ മാത്രമാണ് ഒരു ഡിഫറൻസ് ഉള്ളൂ. ആൻഡ് ദിസ് ഈസ് മൈ A0, ദിസ് ഈസ് മൈ A1, ദിസ് ഈസ് മൈ
A2 and this is my A3. അപ്പോൾ ഇനീഷ്യലി A0 A1 A2 A3യുടെ കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത് 0 1 1 0 ആണ്. സോ ഇനീഷ്യലി 0 1 1 0 ആണ്. Then what will be the output after next clock pulse? Next clock pulseന് ശേഷം ഇതിൻ്റെ ഔട്ട്പുട്ട് A0 A1 A2 A3യുടെ കണ്ടീഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇത് പ്രീവിയസ് ഇയർ CSIRന് ചോദിച്ചൊരു പ്രോബ്ലമാണ്. സോ നിങ്ങൾ തന്നെ ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കണം. സോ ദിസ് വിൽ ബി ദ സർക്യൂട്ട് ആൻഡ് നിങ്ങൾ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോയെന്ന്. ഓക്കെ, ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഈ ക്ലാസ്സിനെ സംബന്ധിച്ചുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.